അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിഅലു മാദി മുദാരി ഈ രണ്ട് കൂട്ടരുടെയും തസ്രീഫ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കൂട്ടർ ബാക്കിയുണ്ട്. ഫിഅലുൽ അംറാണ്. അംർ എന്ന് പറഞ്ഞാൽ കൽപ്പന എന്നാണ് അർത്ഥം. ഫിഅലുൽ അംർ കൽപ്പനാക്രിയ, കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു സംഗതി കൽപ്പിക്കുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നതൊക്കെ എപ്പോഴും നമ്മുടെ സാന്നിധ്യത്തിലുള്ള ഒരാളോടായിരിക്കും, അല്ലെ? നീ പോ, നീ വാ, നീ എഴുത്, നിങ്ങൾ വരിൻ, നിങ്ങൾ നമസ്കരിക്ക്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ സാന്നിധ്യത്തിലുള്ള ഒരാളോടാണ്. അപ്പൊ അതാണ് ഫിഅലുൽ അംർ. ഇതല്ലാതെ ഒരു പ്രയോഗം കൂടി ഉണ്ട് അറബി ഭാഷയിൽ. അവൻ ചെയ്യട്ടെ, അതായത് തേർഡ് പേഴ്സണോട് പറയുന്ന, കൽപ്പന പുറപ്പെടുവിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. അവൻ ചെയ്യട്ടെ, അവർ നമസ്കരിക്കട്ടെ, അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പറയുന്നത് അംറു ഹാദിറാണ്. അതായത് നമ്മുടെ സാന്നിധ്യത്തിലുള്ള ആളുകളോട്, ഒരാളോടും രണ്ടാളോടും രണ്ടിൽ കൂടുതൽ ആളുകളോടും നമ്മൾ എങ്ങനെയാണ് ആ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് നടത്തുന്നത് എന്നതാണ് നമ്മളിപ്പോ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദമാഇറുൽ മുൻഫസില അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന് മുഴുവനായിട്ടുള്ള ആളുകളെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെ? നമ്മൾ 14 രൂപങ്ങളിൽ നിന്ന് 6 പേര് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഫിഅലുൽ അംറിന് 6 പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സാന്നിധ്യത്തിലുള്ള, അതായത് സെക്കൻഡ് പേഴ്സണോടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? നീ വരൂ, നീ എഴുതൂ, നീ പോകൂ എന്നൊക്കെ പറയാറുള്ളത്. അപ്പൊ ആ പറയുന്ന 6 പേര് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഫിഅലുൽ അംറിന്റെ തസ്രീഫ് എന്ന് പറയുമ്പോഴും 6 എണ്ണമേ ഉള്ളൂ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ദഹബ യദ്ഹബു എന്ന വാക്കിന്റെ ഫിഅലുൽ അംർ തന്നെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് ദഹബയാണ്. ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നാണ്, പാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായി? അതിന്റെ ബാക്കി 13 രൂപങ്ങൾ എടുത്തപ്പോ നീ പോയി, അവൻ പോയി, അവർ പോയി, ഞാൻ പോയി, ഞങ്ങൾ പോയി, ഇതൊക്കെ നമുക്ക് കിട്ടി. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താക്കി? യദ്ഹബു എന്ന് പഠിച്ചു. യദ്ഹബു എന്ന് പഠിച്ചപ്പോ അവൻ പോകുന്നു അല്ലെങ്കിൽ അവൻ പോകും എന്നതാണ്. അപ്പൊ അതിന്റെ ബാക്കി രൂപങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോ നീ പോകുന്നു, അവൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞാൻ പോകുന്നു, ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ അർത്ഥം നമുക്ക് കിട്ടി, അല്ലെങ്കിൽ അതിന്റെ വാക്കുകൾ നമുക്ക് കിട്ടി. ഇനി പറഞ്ഞ ദഹബ യദ്ഹബു എന്നതിന്റെ അംറാണ് ഇന്ന് നോക്കുന്നത്. അതിന്റെ അംറാണ് ഇദ്ഹബ്. ഇദ്ഹബ് ഇദ്ഹബ് എന്ന് പറഞ്ഞാൽ നീ പോകൂ എന്നാണ് അർത്ഥം. നമ്മൾ പറയുമ്പോ നീ പോ, അതാണ് ഇദ്ഹബ്. അപ്പൊ നീ പോ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ നീ പോകൂ എന്ന് പറയുമ്പോ നമുക്ക് ഹുവയുടെയും ഹുമായുടെയും ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ, നെഹ്നു, അന, നെഹ്നു ഒന്നും നമുക്ക് വേണ്ട. നീ എന്ന് പറയുന്ന ആ ഒറ്റ ഗ്രൂപ്പിനെ നമുക്ക് വേണ്ടുള്ളൂ. ആ ഗ്രൂപ്പാണ് ഈ പറഞ്ഞ 6 പേർ. മുഖാത്തബ, സെക്കൻഡ് പേഴ്സൺ. അന്ത, അന്തുമാ, അന്തും, അന്തി, അന്തുമാ, അന്തുന്ന. നീ, നിങ്ങൾ 2 പേർ, നിങ്ങൾ കുറെ ആളുകൾ. മുദക്കറാണ്, മാസ്കുലിനാണ്. അന്തി, അന്തുമാ, അന്തുന്ന. മുഅന്നസാണ്, അതായത് സ്ത്രീകളാണ്, ഫെമിനിൻ ആണ്. അപ്പൊ ഈ പറഞ്ഞ ഇദ്ഹബ് എന്ന ഫിഅലുൽ അംറിനെ നമ്മൾ എന്താക്കാൻ പോവാണ്? ഈ പറഞ്ഞ 6 പേരെയും ചേർത്തുകൊണ്ട് എങ്ങനെ പറയും? അതായത് നിങ്ങൾ 2 പേർ പോ, നിങ്ങൾ കുറെ ആള് പോ, നീ ഒരു പെണ്ണ് പോ എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയും എന്നതാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ദഹബ എന്ന പദത്തിന്റെ ഫിഅലുൽ അംറായ ഇദ്ഹബ്, ഇതിന്റെ 6 രൂപങ്ങളെ ഉള്ളൂ. നമുക്ക് എന്തില്ല? നമുക്ക് നഹ്നും ഹുവയും അനയൊന്നും വേണ്ട. കാരണം നീ എന്ന ആള് മാത്രമേ നമുക്ക് കൽപ്പന ക്രിയയില് വേണ്ടൂ, സെക്കൻഡ് പേഴ്സൺ മാത്രമേ വേണ്ടൂ. അപ്പൊ ഇദ്ഹബ് എന്ന് പറയുമ്പോ അന്തയാണ്, നീ പോകൂ. അതിൻ്റെ ഉള്ളിൽ ആരാ ഉള്ളത്? അന്തയാണ്, നീ പോകൂ. മാസ്കുലിനാണ് അന്ത എന്ന് പറയുമ്പോ, മുദക്കറാണ്, മാസ്കുലിനാണ്. ഇദ്ഹബ്, നീ പോകൂ. ഇദ്ഹബാ അന്തുമാ, നിങ്ങൾ 2 പേർ പോകൂ. ഇദ്ഹബാ. നമ്മള് ദഹബ ദഹബ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു അലിഫ് ഉണ്ട്. അലിഫുസ്നൈൻ എന്നാണ് അതിന് പറയാ. 2 ആളുകളെ കുറിക്കുന്ന അലിഫ്.
ഇദ്ഹബ്, ഇദ്ഹബാ, ഇദ്ഹബൂ. ഇവിടെ ആരുണ്ട്? ഒരു വാവുൽ ജമാഅയുണ്ട്. ഇവിടെ ഒരു അലിഫുണ്ട്. വാവ് കഴിഞ്ഞിട്ട് ഒരു അലിഫ് നിർബന്ധമാണ്. ഗ്രൂപ്പിനെ കുറിക്കുന്ന ഒരു വാവാണത്. ഇദ്ഹബ് അന്ത, ഇദ്ഹബാ അന്തുമാ, ഇദ്ഹബൂ അന്തും. മൂന്നാളും ആരാണ്? മുദക്കറാണ്. ഇദ്ഹബ് എന്ന് പറയുന്നതിന്റെ പ്ലൂരൽ ജം ആണ് ഏത്? ഇദ്ഹബൂ. ഇനി രണ്ടാമത്തെ കൂട്ടർ ആരായിരിക്കും? അപ്പം അന്തി, അന്തി. അന്തി എന്ന് പറയുമ്പോ ആരാ? സ്ത്രീകളാണ് അല്ലെ? നീ ഫെമിനിൻ ആണ്, മുഅന്നസ് ആണ്. അറബിയില് മുഅന്നസ് ഫെമിനിൻ. അന്ത മുദക്കറാണെങ്കിൽ അന്തി ഫെമിനിൻ ആണ്, മുഅന്നസ് ആണ്. ഇദ്ഹബി എന്നാണ് പറയാ. ഒരു യാ ഉണ്ട്. ഇദ്ഹബ് എന്നുള്ളതിന്റെ കൂടെ ഇദ്ഹബി ഒരു യാ ഇട്ടുകൊണ്ടാണ് ഒരു പെണ്ണിനോട് നീ പോകൂ എന്ന് പറയാം. അതായത് നമ്മുടെ മുന്നിൽ ഒരു ഫാത്തിമയാണ് ഉള്ളത് എങ്കിൽ ഇദ്ഹബി. ഇനി ഇരിക്കാനാ പറയുന്നെങ്കിൽ ഇജ്ലിസി, അങ്ങനെയാണ് പറയാം. ഇനി രണ്ടാളുകളാണെങ്കിലോ അത് സെയിം ആണ്. അന്തുമാ എന്നുള്ള പോലെ തന്നെ അന്തക്കും അന്തിക്കും രണ്ടും ഒരുപോലെയാണ്. അന്തുമാ എന്നാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേർ. അപ്പോ ഇദ്ഹബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരോടുമാണ്. അതായത് മുഅന്നസ് ആവട്ടെ മുദക്കറാവട്ടെ, ഇദ്ഹബ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടു പേർ പോകൂ എന്നാണ്. ഇനി പറഞ്ഞ ഇദ്ഹബി എന്ന അന്തിയുടെ ജമ്മ ആരാണ്? ഇദ്ഹബ്ന. ഈ നൂന് നമ്മൾ പഠിച്ചാണ് അല്ലേ? നൂനുന്നിസ്വ, നൂനുന്നിസ്വ. അപ്പോ ഇദ്ഹബി എന്ന് പറയുന്ന ഫെമിനിൻ മുഅന്നസ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഫിഅലുൽ അംറിന്റെ ജം ആണ് ഇദ്ഹബ്ന. അന്തുന്ന, അന്തി അന്തുന്ന, അന്ത അന്തും, അന്ത അന്തുമാ അന്തും, അന്തി അന്തുമാ അന്തുന്ന. നടുവിലുള്ള ആൾക്ക് മാറ്റങ്ങളൊന്നുമില്ല, രണ്ടു കൂട്ടർക്ക് ഒരേ പദമാണ്. ആദ്യത്തേതിൽ എന്ത് വരും? രണ്ടാമത്തെ കൂട്ടർക്ക്, അതായത് ഫെമിനിൻ മുഅന്നസ് ആകുമ്പോൾ യാ അവസാനത്തിൽ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ആണെങ്കിലോ ഒരു നൂൻ അവസാനത്തിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഖുർആനിൽ നമുക്ക് പരിചയമുള്ള വാക്കുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്കാ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. ഇദ്ഹബ്, ഇഖ്റ, ഖുൽ, ഇതൊക്കെ എന്താണ്? ഫിഅലുൽ അംറാണ്. ഇദ്ഹബ് എന്ന് പറയുമ്പോൾ നീ പോ. മൂസ അലൈഹി ഇസ്ലാമിനോട് പടച്ച റബ്ബ് മൂസ അലൈഹി ഇസ്ലാമിനോട് മാത്രമായിട്ട് ഫിറൗന്റെ അടുത്തേക്ക് പോവാൻ പറഞ്ഞപ്പോ പ്രയോഗിച്ചതാണ് ഇദ്ഹബ്. ഖുൽ എന്ന് പറഞ്ഞാൽ പറയുക, താങ്കൾ പറയുക. ഇഖ്റ, താങ്കൾ വായിക്കുക. ഒരു കമാൻഡാണ് അല്ലേ? അതേപോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ അലൈഹി ഇസ്ലാമിനോടും രണ്ടുപേരോടും പഠിച്ചും പറയുന്നുണ്ട് എന്ത്? ഫിറൗന്റെ അടുത്തേക്ക് പോകാൻ. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. ഇദ്ഹബാ എന്ന പ്രയോഗിച്ചത്. ഇദ്ഹബ് മൂസ അലൈഹി ഇസ്ലാമിനോട് മാത്രമായിരുന്നു. ഇദ്ഹബാ എന്ന് പറയുമ്പോൾ എന്തായി? രണ്ടുപേരോടുമാണ്. നിങ്ങൾ രണ്ടാളും ഫിറൗന്റെ അടുത്തേക്ക് പോവാ. ഫിറൗൻ എന്തായിരിക്കുന്നു? അതിരു കവിഞ്ഞിരിക്കുന്നു. ഫഖൂലാ, ഖൂലാ, ഖുൽ, താങ്കൾ പറയൂ. ഖൂലാ എന്ന് പറയുമ്പോൾ എന്തായി? ഈ അലിഫാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന. ഈ അലിഫാണ് മുസന്നയെ രണ്ടെണ്ണത്തെ കുറിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവാനുള്ള കാരണം. ഖൂലാ, നിങ്ങൾ രണ്ടാളും പറയ്. ലഹു, ഫിറഔനോട് പറയ്. ഖൗലൻ ലയ്യിന, മൃദുവായിട്ടുള്ള മൃദുലമായ വർത്തമാനങ്ങള്, നല്ല വർത്തമാനങ്ങള് പറയ്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. ഇനി പ്ലൂറൽ ജംഅ ഇദ്ഹബൂ. സൂറത്തുൽ ബഖറയിലെ ആദം അലൈഹിസ്സലാമിന്റെയും ഹവ്വാ ബീവിയുടെയും ഒരു സംഭവമുണ്ട്, സ്വർഗത്തിൽ വെച്ചിട്ടുള്ള ഒരു സംഭവം.
ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറയുന്നുണ്ട് മലക്കുകളോടും ജിന്നുവർഗത്തോടും. അതിൽ ഇബ്ലീസും ഉണ്ട്. ഇബ്ലീസ് പിന്മാറുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ്, സ്വർഗത്തിൽ തന്നെ താമസിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് പടച്ച റബ്ബ് എന്താക്കുന്നുണ്ട്, ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് പോവാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അവിടെ ആദം അലൈഹി ഇസ്ലാമിനും ഹവ്വാ ബീവിക്കും തെറ്റു പറ്റുന്നു. അത് കഴിഞ്ഞ് അവരെന്താക്കുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നുണ്ട്. പശ്ചാത്താപത്തിന് ശേഷം പടച്ച റബ്ബ് പറയുന്നുണ്ട് എന്ത്, ആ പശ്ചാത്താപമൊക്കെ സ്വീകരിച്ചതിന് ശേഷമാണ് റബ്ബ് പറയുന്നുണ്ട്, നാം പറഞ്ഞു നിങ്ങള് ഇവിടെ നിന്നെല്ലാരും ഇറങ്ങിപ്പോണം. അതായത് സ്വർഗത്തിലല്ല നിങ്ങളുടെ ഉത്തരവാദിത്തം. നിങ്ങളെല്ലാം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങോട്ടാണ്, ഭൂമിയിലേക്കാണ്. അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടി പടച്ച റബ്ബ് പറയുന്നുണ്ട്. അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് നിങ്ങള് ഇറങ്ങിപ്പോണം, എല്ലാരോടുമാണ്. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നോ എല്ലാരോടും പറയാണെന്ത്, നിങ്ങള് ഇറങ്ങിപ്പോണം. അവിടെ പ്ലൂരലിന് പ്രയോഗിച്ചത് ബിതു. അതായത് ഈ വാവുൽ ജമാഅയാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ത്, അവിടെ ജം ആണ് പ്രയോഗിച്ചിരിക്കുന്നത്. കൂലു തക്ബീർ കേട്ടിട്ടുണ്ടാവൂലേ, കുറെ മുദ്രാവാക്യം. എന്താണ് ഈ കൂലു? നിങ്ങൾ പറയേ, നിങ്ങൾ ചൊല്ലേ തക്ബീർ. നിങ്ങൾ തക്ബീർ ചൊല്ലിയതാണ് അല്ലെ. കൂലു, കുൽ, കൂലാ, കൂലു. ഇനി ഇദ്ഹബി മുഅന്നസ് ആണ്, ഫെമിനിൻ ആണ്. ചെറിയ സൂറത്തുൽ ഫജ്ർ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭാഗമുണ്ട്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഇർജിഇ, നീ മടങ്ങ്. അവിടെ നഫ്സ് എന്ന പദം മുഅന്നസ് ആയതുകൊണ്ടാണ് എന്നതാണ് മുദക്കർ. ഇർജിഇ എന്ന് വരാനുള്ള കാരണം നഫ്സ് എന്ന പദം മുഅന്നസ് ആയതുകൊണ്ടാണ്. അതിനുശേഷം ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ദഖല യദ്ഖുലു ഉദ്ഖുൽ, നീ പ്രവേശിക്ക്. അവിടെ നഫ്സ് ആയതുകൊണ്ട് റബ്ബ് പറയുന്നത് എന്താ, ഉദ്ഖുലി, നീ പ്രവേശിക്ക്, എന്റെ അടിയാറുകളിലേക്ക് നീ പ്രവേശിക്ക്, എന്റെ സ്വർഗത്തോപ്പിലേക്ക് നീ പ്രവേശിക്ക്. ഉദ്ഖുലി. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന ആയത്തുകളിൽ ഇതുപോലെയുള്ള ഒരുപാട് വാക്കുകൾ ഉണ്ടാകും. നമ്മൾ എന്താക്കുക, ഓതി അങ്ങനെ ഓടി പോകുന്നതിന് പകരം ഇടക്കൊക്കെ നമ്മൾ എന്താക്കുക, ചെറിയ സമയം ചെലവഴിച്ചിട്ടൊന്ന് നോക്കുക, വാക്കുകളെയൊക്കെ ഒന്ന് നമ്മൾ നോക്കുക. ഇങ്ങനെ ഫിഅലുൽ അംർ പഠിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വന്നേക്കാം. ഇതുപോലെ അലിഫിൽ ഇങ്ങനെ തുടങ്ങുന്ന ഫിഅലുകളെ നമ്മൾ എങ്ങനെയാണ്, ഫിഅലുൽ അംറിനെ നമ്മൾ എങ്ങനെയാണ് വായിക്കുക, അവിടെ ഈ കൊടുക്കണോ ആ കൊടുക്കണോ ഊ കൊടുക്കണോ എന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാവുക എന്നൊരു സംശയം വന്നേക്കാം. എല്ലാ ഫിഅലുൽ അംറിനും എന്തുണ്ടാവൂല, അലിഫ് ഉണ്ടാവൂല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ പറഞ്ഞ സെക്കൻഡ്, അതായത് രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂൻ ആണെങ്കിൽ മാത്രമേ ഫിഅലുൽ അംറിൽ ആര് വരുള്ളൂ, ഒരു സപ്പോർട്ടിന് നമ്മൾ കൊടുക്കുന്നതാണ് ആര്, അലിഫിന്. അപ്പൊ ആ അലിഫ് തുടക്കത്തിൽ വരുമ്പോഴാണ് നമ്മൾ വായിക്കേണ്ടത്. നിങ്ങൾ ഇതുപോലെയുള്ള ഫിഅലുൽ അംർ, അലിഫിൽ തുടങ്ങുന്ന ഫിഅലുൽ അംറിന് എന്ത് കാണൂല, മുസ്ഹഫില് ഹർക്കത്ത് കാണൂല. കാരണം അതെന്താണ്, ഹംസത്തുൽ വസ്ലാണ്, അതിന്റെ മേലൊരു കുഞ്ഞു സ്വാദാണ് കാണുക. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും. എന്ത്, ഇത് തുടക്കത്തിലൊക്കെ വന്നാൽ നമ്മൾ എങ്ങനെയാ വായിക്കുക, ഈന്ന് വായിക്കണോ? ഇപ്പൊ ഇഖ്റ എന്ന് നമ്മൾ എങ്ങനെയാ ഈന്ന് വായിച്ചത്, അവിടെ ഹറക്കത്തൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ ഈന്ന് വായിച്ചേ എന്ന് നമുക്കൊരു സംശയം വരും. ഇനി ഇദ്ഹബ് ആണ് തുടക്കത്തിലുള്ളതെങ്കിൽ എങ്ങനെയാണ് അദ്ഹബ് എന്ന് വായിക്കാതെ ഇദ്ഹബ് എങ്ങനെയാണ് നമ്മൾ വായിക്കുക എന്ന് നമുക്കൊരു സംശയം വരും. അതിനൊരു കുഞ്ഞു സൂത്രമുണ്ട്. അതായത് ഇതുപോലെയുള്ള ഫിഅലുൽ അംറിന്റെ സെക്കൻഡ് ലാസ്റ്റ് അക്ഷരത്തിന്, ഇതുപോലെ മറ്റു പദങ്ങളും ഉണ്ട് കേട്ടോ, നമ്മളിപ്പോ ഫിഅലുൽ അംറിനെ പറ്റി മാത്രമാണ് പറയുന്നത്. സെക്കൻഡ് ലാസ്റ്റ് അക്ഷരത്തിന് ഫത്ഹയാണ് എങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ആദ്യത്തെ ഈ പറഞ്ഞ അലിഫിന് കസ്റായിരിക്കും. തുടക്കത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ ഉച്ചരിക്കുള്ളൂ. ഇടയിൽ വരുമ്പോൾ നമ്മൾ എന്താക്കൂല, ഇയാളെ ഉച്ചരിക്കൂല. ഇനി പറഞ്ഞ രണ്ടാമത്തെ പദം നോക്കിയാട്ടെ.
സെക്കൻഡ് ലാസ്റ്റ് അക്ഷരത്തിന് കെസ്റാണ് എങ്കിൽ ആ പറഞ്ഞ പദത്തിനും അലിഫിന് നമ്മൾ കെസ്റാണ് കൊടുക്കുക. ഇഖ്റ, റ എന്ന അക്ഷരം സെക്കൻഡ് ലാസ്റ്റ് അക്ഷരം ഫത്ഹയായതുകൊണ്ടാണ് നമ്മൾ ഇഖ്റ എന്ന് വായിച്ചത്. ഇനി ഈ പറഞ്ഞ ആളെ നോക്കിയാട്ടെ, ഇത് സെക്കൻഡ് ലാസ്റ്റ് അക്ഷരത്തിന് ദമ്മാണ്. അപ്പൊ നമ്മള് ആദ്യത്തെ ആൾക്ക് എന്ത് കൊടുക്കും? ദമ്മ് കൊടുക്കും. അപ്പൊ ഒന്നുകിൽ കെസ്റ് അല്ലെങ്കിൽ ദമ്മാണ്. ഫതഹ എന്തിൽ വരൂല? ഫെലുൽ അംറിന്റെ ഈ പറഞ്ഞ ഹംസത്തുൽ വസലിന് വരൂല. തുടക്കത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മളത് വായിക്കേണ്ടതുള്ളൂ. ഫദ്ഖുലി ഫീ ഇബാദി. ഫ പ്ലസ് ഉദ്ഖുലി എന്നതാണ് വാക്ക്. പക്ഷെ അത് ഇടയിലായതുകൊണ്ട് നമ്മൾ എന്താക്കൂല? ആ അലിഫിനെ നമ്മൾ ഉച്ചരിച്ചില്ല, നമ്മൾ ഫാനോട് ചേർത്ത് അങ്ങനെ വായിച്ചു. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്നാൽ ഇർജിഇ എന്ന പദം നോക്കിയാട്ടെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഇർജിഇ, നമ്മൾ ആദ്യത്തെ അലിഫിനെ നമ്മൾ ഉച്ചരിച്ചിട്ടുണ്ട്, കാരണം അത് ആയത്ത് തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ഈ എന്നാണ് വായിച്ചത്. വായിക്കാനുള്ള കാരണം സെക്കൻഡ് ലാസ്റ്റ് അക്ഷരത്തിന് എന്താ ഉള്ളത്? അതായത് ജീമിന് കെസ്റാണ് ഉള്ളത്. റജഅ, യർജിഉ, ഇർജിഅ, ഇർജിഇ എന്നതാണ് പദം. അപ്പൊ ഇതാണ് ഈ ഒരു സൂത്രം. ഫത്ഹയോ കെസ്റോ ആണ് സെക്കൻഡ് ലാസ്റ്റ് അക്ഷരത്തിന് എങ്കിൽ നമ്മൾ ആ അലിഫിനെ എന്താക്കുക? തുടക്കത്തിലാണെങ്കിൽ മാത്രം നമ്മൾ കെസ്ർ കൊടുത്ത് വായിക്കുക. സെക്കൻഡ് ലാസ്റ്റ് അക്ഷരത്തിന് ദമ്മാണ് എങ്കിൽ നമ്മൾ ആ പറഞ്ഞ അലിഫിന് ദമ്മ കൊടുത്ത് വായിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.